എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. വെക്കേഷനൊക്കെ എങ്ങനെ പോകുന്നു? ഇന്ന് നമുക്ക് കുറച്ച് ക്യൂട്ടായിട്ടുള്ള കവായി സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഗ്ലൂവോ അല്ലെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പോ അങ്ങനെയൊന്നും യൂസ് ചെയ്യാണ്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേ ഒരു പേപ്പർ എടുത്തിട്ട് കുറച്ച് പിക്ചേഴ്സ് ഞാൻ ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. നോക്കി വരയ്ക്കാൻ അറിയുന്നവർ അതുപോലെ ചെയ്യുക. ഇനി നമുക്ക് ഓരോ പിക്ചേഴ്സായിട്ട് കളർ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ കളർ പെൻസിൽസ് വെച്ചിട്ടാണ് കളർ ചെയ്യുന്നത്. കളർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഈ പാൻറ്റിനെ ആണെങ്കിൽ ബ്ലാക്ക് കളർ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ബ്ലാക്ക് കളർ അങ്ങനെ ഡാർക്കായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കുറച്ച് ലൈറ്റായിട്ട് ബ്ലാക്ക് ചെയ്തെടുത്താൽ മതി. ഇനി ബ്ലാക്ക് കളർ പെൻസിൽ വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ ചെയ്യുന്ന ഷെയ്ഡ് കളർ ചെയ്തതിന് ശേഷം അതിൻ്റെ ഡാർക്കർ ഷെയ്ഡ് എടുത്തിട്ട് ഔട്ട്ലൈൻ വരുന്ന അവിടെ മാത്രം കുറച്ചും കൂടെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് തോന്നും. അപ്പോൾ ആദ്യം മൊത്തമായിട്ട് കളർ ചെയ്തെടുക്കുക. പിന്നെ ഈ ഓരോ കളേഴ്സിൻ്റെയും ഡാർക്ക് ഷെയ്ഡ്സ് വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുക. പിന്നെ ആ ബോർഡറിൻ്റെ ഔട്ട്ലൈൻ വരുന്ന അവിടെ കുറച്ച് അതേ കളർ വെച്ചിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വൈറ്റ് പെൻ എടുത്തിട്ട് ഈ കണ്ണിലൊക്കെ വൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ബോഡിയിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഫ്ലവർ ആണെങ്കിൽ പെറ്റലിൻ്റെ അവിടെയൊക്കെ വൈറ്റ് ഒന്ന് ചെറിയൊരു ഡാഷ് പോലെ ഇട്ട് കൊടുക്കുക. ഒരു ലൈറ്റിൻ്റെ എഫക്റ്റ് അവിടെ വരും. എല്ലാം കളർ ചെയ്തതിന് ശേഷം എല്ലാം കളർ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്ന് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുമ്പോൾ ഔട്ട്ലൈൻ കഴിഞ്ഞിട്ട് കുറച്ച് വൈറ്റ് സ്പേസ് വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കിത് പുറത്തുനിന്ന് മേടിക്കുന്ന സ്റ്റിക്കേഴ്സിൻ്റെ ലുക്കിൽ തന്നെ കിട്ടും. ഇനി സ്റ്റിക്കറൊക്കെ യൂസ് ചെയ്തിട്ട് ബാക്കിൽ വരുന്ന ഷീറ്റില്ലേ, ആ ഷീറ്റാണിത്. അതിൻ്റെ മേലേക്ക് ഈ സ്റ്റിക്കേഴ്സ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലെ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. ഇനി ഇത് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ നമ്മുടെ സ്റ്റിക്കേഴ്സ് റെഡിയായി. പീൽ ഓഫ് ചെയ്യാൻ പറ്റുന്ന സ്റ്റിക്കേഴ്സാണ്. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ വൈറ്റ് സ്പേസും കഴിഞ്ഞിട്ട് കുറച്ച് സ്പേസും കൂടെ വിട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോഴത്തേ നമ്മളുടെ സ്റ്റിക്കേഴ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ പീൽ ചെയ്തെടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ളിടത്ത് യൂസ് ചെയ്യാൻ പറ്റും. അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക.